പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ ജനുവരി മാസത്തിന്റെ 18-ാം തീയതിയുടെ പ്രഭാതത്തിൽ തിരുമുൻപിൽ ഞങ്ങളായിരിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവ്, ഈ ദിനം അങ്ങയോട് ചേർന്ന് നടക്കാൻ, അങ്ങയുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടാൻ, ആ ബന്ധത്തിൽ ഞങ്ങൾ സ്നേഹത്തിൽ സമൃദ്ധിയിൽ അങ്ങയുടെ ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരേക്കും അങ്ങയെ പകർന്നു കൊടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ കേട്ടതുപോലെ ഈ ജനുവരി മാസത്തിന്റെ 18-ാം തീയതിയുടെ പ്രഭാതത്തിൽ ദൈവത്തിന്റെ തിരുമുൻപിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാമത്തെ തിരുവചനമാണ്. നമ്മൾ അവിടെ ഇപ്രകാരം വായിക്കുന്നു: ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം. അതായത് കർത്താവ് മുന്തിരിച്ചെടിയുടെയും ശാഖയുടെ ഉപമ പറയുമ്പോഴുള്ള ഭാഗമായിട്ടാണ് കർത്താവ് നിങ്ങൾ എന്നിൽ വസിക്കണം. നിങ്ങൾ എന്നിൽ വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റുന്നില്ല. We become inefficient. Sometimes we become a failure. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾക്ക് നിരാശയും ദുഃഖവും ഒക്കെ ഉണ്ടാകുന്നത്? നമ്മുടെ ജീവിതത്തെ ഒന്ന് നമ്മൾ പരിശോധിച്ചു. കർത്താവ് പറയാണ്, കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്ന അവിടുത്തെ ശിഷ്യത്വത്തിലേക്കാണ്. ഓരോ ക്രിസ്ത്യാനിയും മാമുദീസായിലൂടെ ഈശോയുടെ ശിഷ്യനും ശിഷ്യയും ഒക്കെ ആയിട്ട് മാറുകയാണ്. അപ്പോ ഈ ശിഷ്യത്വത്തിന്റെ സന്തോഷം എന്നത് ഈ ലോകത്തിന്റെ പുറത്തെ സാഹചര്യത്തിൽ നിന്നല്ല, യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം, യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് ഉണ്ടാകുന്ന സന്തോഷം. പ്രിയമുള്ളവരെ, നമ്മുടെ ആയിരിക്കുന്ന ജീവിതത്തിന്റെ ഓരോ മേഖലകളിൽ, കുടുംബജീവിത സാഹചര്യങ്ങളിൽ, ജോലിയിൽ, അല്ലെങ്കിൽ നമ്മുടെ സേവനത്തിന്റെ മേഖലകളിലൊക്കെ ആ കുരിശിന്റെ ഒരു അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അവിടുത്തെ ശക്തമായ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും നമ്മളെ മടുപ്പിക്കില്ല. ഈശോ പറയുന്നുണ്ട്, ലോകം ഞാൻ തരുന്ന സന്തോഷം ലോകം നിങ്ങൾ എടുത്തു മാറ്റില്ല. ലോകം ഒരിക്കലും നിങ്ങളിൽ നിന്നും അത് എടുത്തു കളയില്ല. കാരണം നിലനിൽക്കുന്ന സന്തോഷമാണ്. ലോകം തരുന്ന സന്തോഷം കടന്നു പോകുന്നതാണ്. യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ആഴമായ സന്തോഷം, ആ ഒരു സെക്യൂരിറ്റി, സുരക്ഷിതത്വ ബോധം, എന്റെ ദൈവം എന്നെ നയിക്കുന്നു, എന്നെ മുന്നോട്ട് നയിക്കുന്നു. നമ്മൾ 23-ാം സങ്കീർത്തനത്തില് ദാവീദ് ഇപ്രകാരം പാടുന്നുണ്ട്: കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഒരു ആടിന്റെ മനോഭാവം, ദൈവം നയിക്കുന്ന ഇടയനായ ദൈവത്തിന്റെ സംരക്ഷണത്തില് സമൃദ്ധിയിൽ ജീവിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയുടെ ഒരു ഹൃദയം, എത്രത്തോളം സംരക്ഷണമാണ് ദൈവം ഒരുക്കുന്നത്. ഇപ്പോ പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തില് യഹൂദരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഒരു ആട്ടിടയനും ആട്ടിൻപറ്റവും സ്വരം കേട്ട്, ആ ആടിന്റെ സ്വരം കേട്ട് അതിനെ തിരിച്ചറിഞ്ഞ് പേര് ചൊല്ലി വിളിക്കുന്ന ഇടയൻ. നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടൊരു ബന്ധം പ്രിയമുള്ളവർ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെ കുറിച്ച് ഓർത്തും ആകുലപ്പെടേണ്ട. ദൈവം എന്നെ മുന്നോട്ട് നയിക്കും, എന്റെ കുടുംബത്തെ മുന്നോട്ട് നയിക്കും, എന്റെ പ്രിയപ്പെട്ടവരെ മുന്നോട്ട് കർത്താവ് കരുതലോടെ കാത്തുകൊള്ളും, എനിക്ക് വേണ്ടതൊക്കെ എനിക്ക് നൽകുന്നവനായ ദൈവം. ഈശോ പറയുന്നു, ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ് എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തില് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അങ്ങനെ ആത്മീയത എന്ന് പറയുന്നത് കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ്. ജീവിതത്തിന്റെ വഴികളിൽ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ നമ്മൾ ഉണ്ടാകുമ്പോൾ, പിശാച് നമ്മുടെ വഴിയിൽ മാർഗതടസ്സം നടത്തുമ്പോഴൊക്കെ നമ്മൾ ഏറ്റുപറയുന്നത്, കർത്താവാണ് എന്റെ ദൈവം, അവിടെ നിന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നു, അവിടത്തേക്ക് എന്റെ ജീവിതത്തിൽ അവകാശമുണ്ട്, തിന്മയ്ക്ക് എന്റെ ജീവിതത്തിൽ അവകാശമില്ല, ദൈവമാണ് എന്നെ നയിക്കുന്നത്. പ്രിയമുള്ളവർ, ഈ വചനം നമുക്ക് ഈ പ്രഭാതത്തിൽ ഓർക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 15-ാം അധ്യായം 11-ാം തിരുവചനം, അതായത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയിട്ടാണ്. എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നത്. ആ സന്തോഷം നമ്മളിൽ കുടികൊള്ളുന്നത് യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നമ്മൾ ആഴപ്പെടുമ്പോഴാണ്, നമ്മൾ വളരുമ്പോഴാണ്. മാമുദീസായിലൂടെ ഞാനും നിങ്ങളുമൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈശോയുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധത്തിൽ വളരാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഓരോ നിമിഷവും നിന്നെ കുറിച്ച് ഓർക്കാൻ, അങ്ങയെക്കുറിച്ച് ഓർത്താൻ, അങ്ങയോട് ചേർന്ന് നടക്കാനുള്ള വലിയ കൃപ എനിക്ക് നൽകണം. എന്റെ ജീവിത വഴികളിലൊക്കെ അങ്ങ് ഇപ്പോഴും എന്റെ കൂടെ ഉണ്ടാകണം. അങ്ങയോട് അങ്ങയോട് ചേർന്ന് നടക്കാൻ വലിയ സുരക്ഷിതത്വ ബോധത്തില് 23-ാം സങ്കീർത്തനത്തിൽ വായിച്ചു കേട്ടതുപോലെ, കർത്താവ് ഇടയനായിട്ടുള്ള ആ ഇടയന്റെ പുറകെ നടക്കുന്ന, സംരക്ഷണത്തിൽ നടക്കുന്ന അജഗണം പോലെ
നമ്മുടെ ക്രിസ്തീയ ജീവിതം ഉറപ്പുള്ള പാറ പോലെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഇടയനായ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കാം. അവിടുത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നമുക്കറിയാം, മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ, ആ മുന്തിരിച്ചെടിയുടെ നിന്നും അത് വെള്ളവും അത് വളവും ശേഖരിച്ച് അത് ഇല ചൂടി അത് തളിർത്ത് അതിൽ പഴങ്ങൾ അല്ലെങ്കിൽ കായ്കൾ വളർന്ന് അത് ഫലം പുറപ്പെടുവിച്ച് മനോഹരമായി അല്ലെങ്കിൽ സ്വാദുള്ള മുന്തിരിയായിട്ട് മാറുന്നത് പോലെ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ടേസ്റ്റ്, നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം, നമ്മുടെ ജീവിതത്തിന്റെ മധുര്യം ഒക്കെ കൂടുതൽ വളരുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ശക്തി ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ബന്ധത്തിൽ ഞങ്ങൾ ആഴപ്പെടട്ടെ. അങ്ങയുടെ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നിറയണം. ആ സന്തോഷം എന്നിൽ പൂർണ്ണമാകണം. അതിനുമായി യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ കർത്താവെ വളരാനായിട്ട് തടസ്സപ്പെടുത്തുന്ന ലോകത്തിന്റെ അരൂപി, എന്നിലുള്ള ലൗകികത, ജഡത്തിന്റെ മോഹങ്ങൾ, അതെല്ലാം കർത്താവെ എന്നിൽ അകന്നു പോകട്ടെ. ഞാൻ കൃപയിൽ നിറയട്ടെ. നമുക്കതിനായി കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിച്ച് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈശോയുടെ വ്യക്തിപരമായ ബന്ധം നമ്മളെ കൂടുതൽ ആത്മീയമായിട്ട് വളർത്തട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.